മോർണിംഗ് ഷോയിൽ നമുക്കൊപ്പം അതിഥികൾ ചേരേണ്ട സമയമാണ്. എല്ലാ ജില്ലകളിലും അതത് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ നമുക്കൊപ്പം ചേർന്നതാണ്. ഇന്നിപ്പോൾ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അതിഥിയെ ഞങ്ങൾ ആദ്യം കൊണ്ടുവരുന്നു. ശ്രീ വി പി സാനു, CPM നേതാവ് ശ്രീ വി പി സാനു നേരത്തെ മലപ്പുറത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. സ്വാഗതം. ഗുഡ് മോർണിംഗ് വി പി സാനു. ഗുഡ് മോർണിംഗ്. എങ്ങനെ പോകുന്നു ക്യാമ്പയിനൊക്കെ? വളരെ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണ മലപ്പുറത്ത് വലിയ മാറ്റം ഇടതുപക്ഷത്തിനുണ്ടാവുമെന്നുള്ള തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കുറവ് പഞ്ചായത്തുകൾ ഉള്ള ഒരു താരതമ്യ SLDFിന് ഏറ്റവും കുറവ് താരതമ്യേനയുള്ള ഒരു ജില്ലയാണ്. അതിൽ നിന്ന് വലിയ മുന്നേറ്റം 94-24 ഞങ്ങളതിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് 3-2 പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷമായിട്ട് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ മാറും എന്നുള്ളതാണ്. അത് മുനിസിപ്പാലിറ്റിയിലും നിലവിലുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളും നിലനിർത്തുകയും അതിനപ്പുറത്തേക്ക് പുതിയ മുനിസിപ്പാലിറ്റികളിൽ ഭരണത്തിൽ വരാനും കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് മലപ്പുറത്തും സജീവമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്താ അത്ര വലിയ ആത്മവിശ്വാസത്തിന് കാരണം? എന്തൊക്കെ അനുകൂല ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്? മുമ്പ് 95-ലാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ വലിയൊരു മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അന്ന് മലപ്പുറം ജില്ലയിൽ 5 മുനിസിപ്പാലിറ്റികളും ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്. അന്നത്തെ ജില്ലാ കൗൺസിലിൽ വലിയ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം ഭരണം നടക്കുന്നു എന്നുള്ളത് വലിയ ഗുണമാണ്. കാരണം എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനം സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കിഫ്ബി വഴി ഏതാണ്ട് 96,000 കോടി രൂപയുടെ വികസനം വന്നു. അപ്പോൾ ആ വികസനത്തിൽ വലിയൊരു പങ്ക് ഈ മലപ്പുറം ജില്ലക്കും കിട്ടിയിട്ടുണ്ട്. പറയുമ്പോൾ മലപ്പുറം ജില്ല ഇടതുപക്ഷത്തിന് ഇപ്പോൾ 3 MLA മാത്രമുള്ള ഒരു ജില്ലയാണ് 16. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ ഉണ്ടാകുന്ന പോലുള്ള വികസനം ഇവിടെയും സാധ്യമാക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിക്കുന്നു. എന്നാൽ പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു, UDFന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം പല വികസനങ്ങളും പഞ്ചായത്തുകൾ തലത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി സന്നദ്ധമല്ലാത്ത സ്ഥിതിയുണ്ട്. ഇതെല്ലാം ജനം കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ സ്കീം വഴി ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്ന ജില്ലയാണ് മലപ്പുറം. ഇനി സ്ത്രീകൾക്കുള്ള 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പണം 35-60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അതും ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലക്കാർക്കാണ്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന സ്റ്റൈപ്പൻഡ് അതും ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടി പോകുന്നത് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കാണ്. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം വലിയ ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ. ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ്, പ്രത്യേകിച്ച് UDFന്റെ കോട്ടയാണ്. അവിടെ പല കാലങ്ങളിൽ പല രീതിയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ CPMന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ലീഗിലെ പ്രധാനികളെ കെട്ടി ജലീലിനെ പോലെയുള്ള ആളുകളെയൊക്കെ മറുകണ്ഠം ചാടിച്ചാണ് അങ്ങനെ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലും അത്തരം അടവ് നയങ്ങൾ, അത്തരം നീക്കങ്ങൾ തുടരും. അത് വരും തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? അതങ്ങനെ ഏതെങ്കിലും പദ്ധതികൾ പ്ലാനിലുണ്ടോ? അത്തരം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ അതിന്റെ ചിത്രം വ്യക്തമാവും. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം, ഇടതുപക്ഷത്തിനുണ്ടാവുന്ന ഒരു മുന്നേറ്റം തീർച്ചയായും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കേളികൊട്ടാവും, ഒരു അരങ്ങൊരുങ്ങലാവും. അപ്പോൾ കൂടുതൽ അത്തരം ആളുകൾ ഞങ്ങളുടെ കൂടെ വരും. കാരണം കൂടുതൽ വിജയസാധ്യത മലപ്പുറത്തും വരുന്നു എന്നുള്ളതും ജനം ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നുള്ളതുമെല്ലാം അത് കൂടുതൽ ഞങ്ങളുടെ അത്തരത്തിലുള്ള പ്ലാനുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ 3 നഗരസഭയാണല്ലോ ഉള്ളത് 12-ൽ. പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ. ഈ 3-ൽ നഷ്ടപ്പെടുമോ അതോ 3-നൊപ്പം ഇനിയും കൂടുതൽ നഗരസഭകൾ കൂടെ ചേർക്കുമോ? ഈ 3 നിലനിർത്തുമെന്ന് മാത്രമല്ല ഏതാണ്ട് പകുതി മുനിസിപ്പാലിറ്റിയിലേക്ക് മലപ്പുറം ജില്ലയിലും എത്തും എന്നുള്ളതാണ്. പകുതിയിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്ന കക്ഷിയായിട്ട് ഇടതുപക്ഷം ഈ മലപ്പുറം ജില്ലയിൽ മാറും. അൻവർ പോയത് ഒരു നഷ്ടമായിരുന്നു സാനു? അതിപ്പോൾ തെളിയിക്കും. അൻവർ പോയത് ഒരു നഷ്ടമേ അല്ല എന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളും. ഇപ്പോൾ അവിടെ ഒട്ടുമിക്ക പഞ്ചായത്തും ഇടതുപക്ഷം ജയിക്കും എന്നുള്ള നിലയ്ക്ക് എല്ലാ പഞ്ചായത്തും ജയിക്കുമെന്നുള്ള. കാരണം വഴിക്കടവായാലും അമരമ്പലമായാലും കരുളായി ആയാലും ചുങ്കത്തറയും എടക്കരയും എല്ലാം ആ മണ്ഡലത്തിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിൻ്റെതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന് ഈ പറഞ്ഞതുപോലെ അവിടെ കാര്യമായി സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പേരിന് ചില സ്ഥലങ്ങളിൽ ചില ആളുകളെ നിർത്തി എന്നതിനപ്പുറത്തേക്ക് കാര്യമായ സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ബന്ധു ഇപ്പോൾ കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള സ്ഥിതിയും ഇതെല്ലാം വെച്ചുകൊണ്ട് അൻവറിന്റെ എല്ലാ തരത്തിലുള്ള അൻവറിന്റെ എല്ലാ സ്വാധീനവും അവസാനിച്ചു കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ്.
ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് അതൊക്കെ ഒരു വൺ ടൈം വണ്ടർ എന്നുള്ള നിലക്ക് വന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു 19,000 വോട്ട് കിട്ടി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പോകാനുള്ള കരുത്തോ ശേഷിയോ ആശയ ദൃഢതയോ അതിനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി വരാനിരിക്കുന്നു. എന്താണ് മലപ്പുറത്ത് CPM-ന്റെ പുതിയ തന്ത്രങ്ങൾ? KT ജലീലൊക്കെ ഇനിയും മത്സരിക്കുമോ? അതൊക്കെ ആ സമയത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ജലീൽക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം വരാനിരിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് 2006 KT ജലീലൊക്കെ വന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ലീഗിനും CPM-നും ഒരേ സീറ്റായിരുന്നു. സ്വതന്ത്രർ ഉൾപ്പെടെ CPM-നും ഒരേ സീറ്റ് അന്ന് 5-5 എന്നുള്ള നിലയിൽ ലീഗും CPM-ഉം സ്വതന്ത്രർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതിനേക്കാൾ മികച്ച ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സൂചന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നൽകുമെന്നുള്ളതാണ്. ശരി, അതെ, ഒരുപാട് വിവാദങ്ങൾ നമ്മൾ ചർച്ചയാകുന്നത് കണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ചർച്ച ചെയ്തത്. രാഹുലിനെ പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇനി അടുത്ത ചോദ്യം നിങ്ങളോട് അവർ ചോദിക്കുന്നത് മുകേഷിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നാണ്. അല്ല, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ തന്നെ ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇനി കോടതി ശിക്ഷിക്കാൻ മാത്രമാണ് ബാക്കിയുള്ളത്. കോടതി പ്രഥമ ദൃഷ്ട്യാ ഇതെല്ലാം നിലനിൽക്കുന്നതാണ്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെല്ലാം, പരാതികളെല്ലാം പ്രഥമ ദൃഷ്ട്യാ ഗൗരവമുള്ളതാണ് എന്നും നിലനിൽക്കുന്നതാണ് എന്നും കണ്ടെത്തിയിട്ടാണ് ഇപ്പൊ ജാമ്യം തള്ളിയിട്ടത്. അപ്പൊ ആ നിലയിൽ നിൽക്കുന്ന ഒരു കേസിൽ ആ ഘട്ടത്തിലാണ് ഇനി ശിക്ഷിച്ചതിന് ശേഷം പുറത്താക്കുന്നതിന് തുല്യമാണ് ഏതാണ്ട്. കാരണം അത്രമാത്രം വിവാദങ്ങളുണ്ടായി, അത്രമാത്രം പരാതികളുണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടും അവരുണ്ടല്ലോ എടുക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എപ്പോ ഒരു സെക്ഷൽ പെർവേർട്ടാണ് എന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് എത്ര കാലമായി? നാറി ഇനിയിപ്പോ ഈ ജാമ്യം ഒരു പക്ഷേ കോടതി അനുവദിച്ചിരുന്നുവെങ്കിൽ അവർ പുറത്താക്കുമായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇനി കോടതി ശിക്ഷിക്കാൻ വേണ്ടി മാത്രമേ ബാക്കിയുള്ളൂ. അത്തരം ഒരു ഘട്ടത്തിലാണ്. ആ ഒരു ഗത്യന്തരമില്ലാതെ ഇന്നലെ പോലും അദ്ദേഹത്തിന്റെ ഗുരു ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ തള്ളി പറയുന്നില്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറയുന്നില്ല. അത് ആ നിലക്ക് ഇപ്പോഴും സംരക്ഷിക്കാനുള്ള ശ്രമം അതിനകത്ത് തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ശരിയായിരിക്കാം. എന്തായാലും രാഹുലിലൂടെ കോൺഗ്രസിലെ യുവ നേതാക്കളെ ഇപ്പോൾ ഏറ്റവും അവസാനം ഷാഫി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള അറ്റാക്ക് നടന്നു വരുന്നുണ്ട്. അപ്പോൾ യുവനിരയെ, യുവ നേതാക്കളെ തകർക്കാനുള്ള ശ്രമങ്ങൾ വലിയ സജീവമാണ് എന്ന ഒരു ആരോപണം. ഒരാളെയും തകർക്കുക എന്നുള്ളത്, രാഷ്ട്രീയത്തിൽ ഒരാളെയും തകർക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ തകർക്കുക എന്നുള്ള ഉദ്ദേശമില്ല. പക്ഷേ ഇത്തരം ആളുകളൊക്കെ എങ്ങനെയാണ്? ഒരു സമരത്തിന്റെ ഭാഗമായോ ജനകീയമായിട്ടോ വന്ന ആളുകളല്ല. ഇതൊക്കെ ഈ PR വർക്കിന്റെ ഭാഗമായി ഉയർന്നു വന്ന ആളുകളാണ്. അത്തരം കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴും. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കാം, ഒരു മഴ പെയ്താൽ അത് ഒലിച്ചു പോകും, അത്രയേ ഉള്ളൂ. ശരി, ഏതായാലും പ്രചാരണം നടക്കട്ടെ. ശരി, കാണാം, വീണ്ടും കാണാം.